ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധയായ മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, നമ്മൾ ഈ 2026 എത്തുമ്പോൾ സ്വർണ്ണവില താഴേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ ഈ ഡിസംബർ പകുതി പിന്നിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുകയാണ്. ഈ 1 ലക്ഷത്തിലേക്ക് ഈ രീതിക്ക് സ്വർണ്ണവില ഉയരുകയാണെങ്കിൽ നാളെ തന്നെ ഈ സ്വർണത്തിന് വില 1 ലക്ഷം കടന്നേക്കും. ഒരു പക്ഷേ 1 ലക്ഷം കടന്നേക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എടോ, സംസാരിക്കുമ്പോ എക്കോ വരുന്നു. ശ്രദ്ധിക്കാം, അത് ശരിയാക്കാം. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പോഴും എക്കോ മാറിയിട്ടില്ല. ശരി, നോക്കുന്നുണ്ട്. ശരി, കണ്ടോ? പിന്നെ അതെ, സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് 2 തവണയായാണ് കുതിച്ചുയർന്നത്. ലക്ഷത്തിന് തൊട്ടരികിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ റെക്കോർഡ് ഭേദിച്ച് 99,000 രൂപയിലേക്ക് സ്വർണ്ണവില, 98,000 രൂപയിലേക്ക് സ്വർണ്ണവില എത്തിയിരുന്നു. 98,800 രൂപയായിരുന്നു സ്വർണത്തിന്റെ വില എങ്കിൽ ഇന്നിപ്പോൾ അത് 99,000 രൂപ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർവകാല റെക്കോർഡിലേക്ക് സ്വർണ്ണവില അങ്ങനെ എത്തിയിരിക്കുകയാണ്. 1 ലക്ഷം രൂപയിലേക്ക് ഈ രീതിയിലേക്ക് സ്വർണ്ണവില കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഒരുപക്ഷെ 1 ലക്ഷം രൂപയിലേക്ക് സ്വർണത്തിന്റെ വില എത്തിയേക്കും. ഇപ്പോൾ ശ്രീമതി മേരി ജോർജ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അതായത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു പക്ഷേ 1 ലക്ഷത്തിന് മുകളിലേക്ക് ഈ ആഴ്ചയിൽ തന്നെ സ്വർണത്തിന്റെ വില പോയേക്കാം. പക്ഷെ അതിന് തടയിടാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില വച്ചടി വെച്ച് മുകളിലേക്ക് തന്നെ പോകുന്നത്? അതായത് ഫെഡറൽ റിസർവിന്റെ റേറ്റ് 0.5% കുറച്ചതോടുകൂടി അമേരിക്കൻ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്താലും ലാഭകരമല്ല. നമ്മൾ കണ്ടു, സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നന്നായിട്ട് ഉയർന്നു പതുക്കെ വന്നിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ഈ ആഴ്ച ആയപ്പോഴേക്കും ആ ഉയർച്ചയെല്ലാം താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിഫ്റ്റിയും സെൻസെക്സും താഴെയാണ് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നിഫ്റ്റിയും സെൻസെക്സും താഴെ പോകുന്നത്? അതായത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും വിദേശ ഓഹരി നിക്ഷേപകരും ഇന്ത്യയിൽ അവരുടെ നിക്ഷേപം വിറ്റൊഴിയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ താഴേക്ക് പോകുന്നത്. അപ്പൊ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യൻ ഓഹരി വിപണി സേഫ് അല്ല, ഡോളർ സേഫ് അല്ല. അപ്പോൾ പിന്നെ സേഫ് ആയിട്ടുള്ള ഒരേ ഒരു മാർഗം സ്വർണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വർണത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്ന കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ഇന്ത്യയിൽ സ്വർണത്തിന്റെ വില ഇപ്പൊ നമ്മൾ ആശ്ചര്യപ്പെടുകയാണ്. 60,000 രൂപയുടെ ചുറ്റുവട്ടത്ത് നിന്നാണ് 1 ലക്ഷത്തിലേക്ക് സ്വർണത്തിന്റെ വില കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതായത് 200% വർധനവാണ് ഇന്ത്യയിൽ സ്വർണത്തിലുണ്ടായ നിക്ഷേപത്തിൽ ഈ വർഷം രേഖപ്പെടുത്തിയത്. അപ്പൊ 200% വർധനവ് ഇത്രയധികം സ്വർണത്തിന്റെ വില കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നിക്ഷേപകർ, നമ്മുടെ സാധാരണ ഉപഭോക്താക്കൾ ആഭരണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരെക്കാൾ വളരെ കൂടുതലായിട്ട് വ്യവസായികളും വ്യാപാരികളും ഒക്കെ ഇതിനകത്തേക്ക് സ്വർണത്തില് നിക്ഷേപിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതുപോലെയാണ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ്, സ്വർണത്തിന്റെ തന്നെ ETF, അതിലേക്കും ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിന്റെ മുകളിലേക്ക് പോകും. പക്ഷേ ചില നല്ല സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, ഈ കൊല്ലം 2,600 കോടി ഡോളറാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ രൂപയുടെ വില മെച്ചപ്പെടുത്താൻ വേണ്ടി വിറ്റഴിച്ചത്. എന്നിട്ടും ഇപ്പോ രൂപയുടെ മൂല്യം 90.71 രൂപയായിട്ടിരിക്കുകയാണ്. ഒരു ഡോളറിന്റെ വില. അപ്പൊ അതൊക്കെ ഇംപ്രൂവ് ചെയ്യണം. പക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പൊ ഇടപെടുന്നില്ല, ഡോളർ വിറ്റഴിക്കുന്നില്ല. അപ്പോ അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇന്ത്യ US ട്രേഡ് കരാറിലേക്കുള്ള ചുവടുകൾ വച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ആഴ്ച തന്നെ അതിന്റെ ആദ്യഘട്ട തീരുമാനം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ് ഈ താരിഫ് ട്രീറ്റിയിൽ എത്തിച്ചേരുക എന്നുള്ളത്. കാരണം നമ്മുടെ എക്സ്പോർട്ട്
സെക്ടറും ഒക്കെ അത്രയധികം ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. ഈ ട്രംപും US-ഉം അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല എന്നതുകൊണ്ട്. അപ്പൊ അതിലേക്കുള്ള മൂവാണ്, അതിലേക്ക് വളരെ വേഗം എത്തിച്ചേരുക എന്നുള്ളതാണ് താല്പര്യം. അങ്ങനെ ഒരു എത്തിച്ചേരൽ, അതായത് ട്രംപ് ഇപ്പൊ നമുക്ക് മേൽ ചുമത്തിയിരിക്കുന്ന 50% തീരുവ എന്നുള്ളത് വെട്ടിക്കുറയ്ക്കുകയും അത് 25%-ലും താഴെ 20-ലും താഴെ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു 15%-ലേക്കൊക്കെ എത്തിക്കിട്ടണം എന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ആ തരത്തിലേക്ക് വന്നു ചേർന്ന് ഒരു എഗ്രിമെന്റിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിക്ഷേപങ്ങൾ, ഓഹരി വിപണി സജീവമാകും, അതുപോലെ തന്നെ മറ്റു നിക്ഷേപ മാർഗങ്ങളൊക്കെ സജീവമാകും. അങ്ങനെയാകുമ്പോൾ സ്വർണത്തിന്റെ വില പതുക്കെ താഴേക്ക് വരും. അപ്പൊ അതിനു മുൻപ്, ആ എഗ്രിമെന്റിൽ എത്തുന്നതിന് മുൻപ്, ആ എഗ്രിമെന്റ് മിക്കവാറും ഡിസംബർ തീരുന്നതിന് മുൻപ് എത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. എഗ്രിമെന്റിൽ എത്തുന്നതിന് മുൻപ് സ്വർണം 1,00,000 കടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് അതിനുവേണ്ടി നോക്കിയിരിക്കാം, എന്താ സംഭവിക്കുക വിപണിയിൽ എന്ന് സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ടിരിക്കാം. ഒരുപക്ഷെ ഈ സ്വർണത്തിന്റെ വില കുറഞ്ഞേക്കാം എന്നുള്ളൊരു പ്രതീക്ഷകൾ തന്നെയാണ് ഉള്ളതല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഈ ട്രേഡ് എഗ്രിമെന്റ് നിങ്ങൾ നോക്കിക്കോളൂ, US-ഉം ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് എഗ്രിമെന്റ്, ആ ട്രേഡ് എഗ്രിമെന്റിൽ എത്താത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്നു, രൂപയുടെ മൂല്യം കുറഞ്ഞു നിൽക്കുന്നു. രൂപയുടെ മൂല്യം കുറഞ്ഞു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഉള്ളത് എന്ന്, ആ ട്രേഡ് ഡെഫിസിറ്റ് വളരെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് താഴേക്ക് വരും ഈ എഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ രൂപയുടെ മൂല്യം വർദ്ധിക്കും. എല്ലാ തരത്തിലും നമ്മൾ ഒരു സാധാരണ നിലയിലേക്ക്, ഇപ്പോ ഇന്ത്യ ഒരു സാധാരണ നിലയിലല്ല. GST ഒക്കെ കുറച്ചു എന്നൊക്കെ പറഞ്ഞിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. IMF ഒക്കെ ഇന്ത്യയെ പറ്റി, ഇന്ത്യയുടെ റേറ്റിംഗ് ഇപ്പോൾ പഴയതുപോലെ വളരെ നല്ല റേറ്റിംഗ് അല്ല ഉള്ളത്. അതായത് നമ്മൾ പലിശ നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ പോലും ഏതാണ്ടൊക്കെ തിരിമറികൾ നടത്തി എന്നിട്ടുണ്ട്. അതായത് കാൽക്കുലേഷൻസിൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. അതിനകത്തൊക്കെ മനഃപൂർവ്വമായിട്ട് ചില തിരുത്തലുകൾ വരുത്തി ലോക ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിൽ ഉപഭോക്തൃ വിലകൾ 0.25, അതായത് ചില ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയാണ് അത്തരം സ്റ്റണ്ടുകളൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കുന്നത്. ഉദാഹരണത്തിന് ബീഹാർ ഇലക്ഷൻ, ആ GST വെട്ടിക്കുറച്ചില്ല, ഇതാ വിലകളെല്ലാം താഴേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ഇവർ പറയുമ്പോൾ ഈ ഗവൺമെന്റിന് തന്നെ മനസ്സിലാകുന്നില്ല, വിലകൾ താഴേക്ക് വരികയല്ല, ജനങ്ങളുടെ ഡിമാൻഡ് ഉയരുമ്പോൾ വിലകൾ മുകളിലേക്കാണ് പോകേണ്ടത്. പക്ഷേ വിലകൾ താഴേക്ക് പോകുന്നത് എപ്പോഴാണ്? ഡിഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ, ജനങ്ങളുടെ കയ്യിൽ വാങ്ങൽ ശേഷി ഇല്ലാതെ വരുമ്പോഴാണ് ഡിഫ്ലേഷൻ, വിലകൾ താഴോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ കൊട്ടിഘോഷിച്ച് എന്താണ് പറഞ്ഞത്? 2 ആഴ്ച മുൻപ് 0.25%-ലേക്ക് ഉപഭോക്തൃ വിലകൾ താണിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ഉത്സവാഘോഷം പോലെ നടത്തിയത്. പക്ഷെ ലോകം അത് അങ്ങനെയല്ല കണ്ടത്. അങ്ങനെ വിലകൾ താഴേക്ക് പോകുന്നുവെങ്കിൽ ഇന്ത്യ കൂടുതൽ ദരിദ്രമാകുന്നു, സാധാരണക്കാരുടെ കയ്യിൽ വാങ്ങൽ ശേഷി ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പോയത് എന്നാണ് ലോകം കണ്ടത്. അതാണ് IMF അങ്ങനെ കണ്ടത്. അപ്പൊ ഇത്തരം ഒരു കാര്യത്തില് നമ്മൾ എപ്പോഴും ഓർക്കണം, നാം ഒറ്റ രാജ്യമല്ല. നമ്മെപ്പോലെ തന്നെ 196, 204ഓളം രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ കണക്കുകൾ, അതായത് യുണൈറ്റഡ് നേഷൻസും അതുപോലെയുള്ള അന്താരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂഷൻസും കമ്പാരിസൺസ് നടത്തിയാണ് കാര്യങ്ങൾ കാണുന്നത്. അതല്ലാതെ ഒരു ഇന്ത്യയെ മാത്രം നോക്കിയോ അല്ല, എല്ലാ രാജ്യങ്ങളുമായി, അവരുടെ കണക്കുകളുമായി, അവിടുത്തെ കയറ്റിറക്കങ്ങളുമായി ഒക്കെ താരതമ്യം ചെയ്താണ് ഓരോ കാര്യങ്ങൾ നോക്കുന്നത്. ആ നോട്ടത്തിലാണ് അവർക്ക് മനസ്സിലായത് ഇന്ത്യയുടെ ഈ കണക്ക്, ഈ ഉപഭോക്തൃ വില 0.25% കുറഞ്ഞു എന്നുള്ളതിൽ എന്തോ പന്തികേടുണ്ട്. അതിലെ കാൽക്കുലേഷൻസിൽ ഒന്നുകിൽ മനഃപൂർവ്വമായി വരുത്തിയ തെറ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ അറിയാതെ വന്ന തെറ്റ്, രണ്ടിലൊന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയതും ഒക്കെ. അപ്പൊ ഇതായത് നമ്മള് സാധാരണ നിലയിലേക്ക്, അതായത് നമ്മുടെ ഈ താരിഫിന്റെ ഇത് സാധാരണ നിലയിലേക്ക് ഒരു എഗ്രിമെന്റിൽ എത്തുകയാണ് എങ്കിൽ നമ്മുടെ വരും കാലങ്ങളിൽ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറയും. അതുപോലെ തന്നെ നമ്മുടെ ഇക്കോണമി ഊർജ്ജസ്വലമായിട്ട് തന്നെ മുൻപോട്ട് പോകും. അങ്ങനെയെങ്കിൽ സ്വർണത്തിന്റെ വില കുറയും. സ്വർണത്തിലേക്ക് ഇപ്പൊ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് മുഴുവനും മറ്റു മേഖലകളിലേക്ക് പോകും. ശരി, വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.